എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, അവസാനം പല്ലവി വിശ്വത്തിനെ കാണാനായിട്ട് ചെല്ലുവാണ്. കാരണം വിശ്വത്ത് കാരണം ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്, അല്ലെങ്കിൽ തന്നെ ഇന്ദ്രൻ വെല്ലുവിളിച്ച് നടക്കുക. അവൻ തന്നെ വഴി വെച്ച് കണ്ട് വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ പറയണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വിശ്വത്തെ വീട്ടിലേക്ക് തിരികെ പോകണം. എന്തിന്റെ പേരിലാണെങ്കിലും ശരി, വാശി പിടിച്ച ഈ ലോഡ്ജിലൊന്നും വന്ന് കിടക്കണ്ടെന്നൊക്കെ പറയാം. ഇത് കേട്ട വിശ്വത്ത് പറഞ്ഞു, എനിക്ക് ആ വീട്ടിൽ നിൽക്കാനായിട്ട് മടിയായതുകൊണ്ടാ പല്ലുവെച്ച് അവിടെ നിൽക്കാത്തെ. അവിടെ അമ്മയുടെ സ്വഭാവം ഒന്ന്, ഏട്ടന്റെ സ്വഭാവം ഒന്ന്, അവരുമായിട്ട് ഞാൻ ചേർന്ന് പോകത്തില്ല. അവർക്ക് അവരുടേതായ ന്യായങ്ങളും വാദങ്ങളാ. അല്ല ചേച്ചിക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമൊന്നും ഇല്ലോ. ചേച്ചിക്ക് അറിയാവുന്നതല്ലേ അവരുടെ ജീവിത രീതിയും ജീവിത ശൈലികളൊക്കെ എന്താന്ന്. എനിക്ക് അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. അവരുടെ കൊള്ളരുതായ്മയ്ക്കൊന്നും കൂട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാത്തെന്ന് പറയാം. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, എന്തൊക്കെയാണ് ശരി, പെറ്റമ്മയല്ലേ, അമ്മയ്ക്ക് വിഷമം കാണത്തില്ലേ? എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അമ്മമാർക്ക് മക്കളെന്ന് വെച്ചാൽ ജീവനായിരിക്കും. മക്കൾ എത്ര തെറ്റ് ചെയ്താലും അവരെ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഒരു പക്ഷെ വിശ്വ ഇറങ്ങി പോകുന്നതിൽ അമ്മയ്ക്ക് നല്ല മനസ്താപം ഉണ്ടെന്ന് പറയണം. അതൊക്കെ ചേച്ചി പറയുന്നതല്ലേ, എനിക്ക് അതത്ര വിശ്വാസം പോരെന്ന് പറയണം. ഒരു കാര്യം ചെയ്യണം, വിശ്വ ഇറങ്ങി പോന്നിട്ടുണ്ടെങ്കിൽ അത് എന്നെയും പാറുവിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ദ്രൻ വന്ന് വെല്ലുവിളിച്ചു. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് തിരിച്ചു പോണെന്നൊക്കെ പറയണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പാറു അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം പാറുവിനെ വിശ്വത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അല്പം ഒന്ന് കാണണം, അല്പം സംസാരിക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പാറുവിന് അറിയില്ലായിരുന്നു അവിടെ പല്ലവി ഉണ്ടെന്നുള്ള കാര്യം. പാറു അങ്ങോട്ടേക്ക് കയറി വരുവാണ്. അങ്ങനെ കയറി വരുന്ന കൃത്യസമയത്ത് പല്ലവിനെയും വിശ്വത്തിനും കൂടെ അവിടെ കാണുന്നേ. ഒരു നിമിഷം പാറുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പോണോ തിരിച്ചു പോണോ നിക്കണമെന്ന അവസ്ഥയെ പെട്ടെന്ന് പല്ലവി ഇരുന്നിട്ടിച്ചു. അല്ല പാറു, നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുക. അത് ഞാൻ പിന്നെ വിശ്വത്തിനെ കാണാനായിട്ട്. വിശ്വത്തിനെ കാണാൻ ലോഡ്ജിലേക്കോ? നിന്നോട് ആരാ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നിൽക്കാം. പെട്ടെന്ന് വിശ്വത്ത് പറഞ്ഞു, ഞാനാ പല്ലവേച്ചി പാറുവിനെ വിളിപ്പിച്ചെന്ന് പറയാ. നീ എന്തിനാ വിഷം ഈ ലോഡ്ജിലേക്കൊക്കെ പാറുവിനെ വിളിപ്പിക്കുന്നേ? അവളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. നിനക്കെന്താ ഒട്ടും സ്ഥലകാല ബോധം ഒന്നും ഇല്ലാന്നായെന്ന് ചോദിക്കാം. അത് പിന്നെ ചേച്ചി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ടായിരുന്നു. എന്ത് തന്നെയാണ് ശരിയായില്ല പാറു, നീ ഇങ്ങനെ അടുത്ത ലോഡ്ജിലേക്ക് വിളിച്ചു കഴിയുമ്പോ നീ എന്ത് ധൈര്യത്തിലാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇത് കേട്ട പാർവതി പറഞ്ഞു, അത് പിന്നെ ഞാന് വിശ്വത്ത് വിളിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയാണല്ലോ അത് ഒട്ടും ശരിയായ കാര്യമായിരുന്നില്ല. പെട്ടെന്ന് വിശ്വത്ത് പറഞ്ഞു, ചേച്ചിക്ക് ഇനി എന്നെ സംശയമാണ്. ഞാൻ ഒരിക്കലും ഇന്ദ്രന്റെ സ്വഭാവമല്ല എനിക്ക്. അതുകൊണ്ട് ആ കാര്യത്തിൽ ചേച്ചിക്ക് പേടി വേണ്ടെന്ന് പറയണം. ഇനിയിപ്പം ഞാൻ കാരണം പാർവതിക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ പാർവതിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്ന് പറയാം. ഇത് കേട്ട പല്ലി പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ തന്നെ ഒന്ന് ഓർത്തു വെക്കേ, ഇത് നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്തായിരിക്കും സംഭവിക്കാൻ പോന്നേ? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നാളെ ഒരുപക്ഷെ നിന്നെ വിശ്വത്തിനും ഈ ലോഡ്ജ് വെച്ച് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാവി എന്തായി തീരും? നീ എന്താ പാറു ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ എടുത്തുചാടി ഒരു തീരുമാനം എടുത്തെന്ന് ചോദിക്കാം. പെട്ടെന്ന് പാറു പറഞ്ഞു, ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. അല്ലാതെ തെറ്റായ രീതിയിൽ നടക്കാനായിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതന്നെ. വിശ്വത്തിന് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്റെ നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചു പോലില്ലെന്ന് പറയാം. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വിശ്വത്തിന് എന്നാ പിന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കേണ്ട കാര്യം എന്തായിരുന്നു? പുറത്തേക്ക് ഇറങ്ങി ചെന്നാ പോരായിരുന്നോ? പുറത്തുനിന്ന് കാണായിരുന്നല്ലോ. പിന്നെ ഈ ലോഡ്ജിലേക്ക് തന്നെ വിളിച്ചു കയറ്റണം എന്തായിരുന്നു അത്ര നിർബന്ധം? പെട്ടെന്ന് വിശ്വത്തിനായിട്ട് മറുപടി പറയില്ലായിരുന്നു. പിന്നീട് പാറുവിന്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് ബാ ഇങ്ങോട്ട്, അവള് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ചേച്ചി ഞാൻ പറയുന്ന ഒന്ന് കേട്ടോ, വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ അച്ഛനും അമ്മേനെ നാണം കെടുത്തുന്ന്. ഇതിനു വേണ്ടിയിട്ടായിരുന്നോ മോളെ നിന്നെ ഇത്ര കഷ്ടപ്പെട്ട് അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ട് വന്നേന്നൊക്കെ ചോദിക്കുക. ചേച്ചി അങ്ങനെയൊന്നുമില്ല, ചേച്ചി തെറ്റായ രീതിയിൽ എടുക്കലെന്ന് പറയണേ. എന്തൊക്കെയാലും ശരി, ഇവിടെ വെച്ചൊന്നും കൂടിക്കാഴ്ച ഒരിക്കലും ശരിയായ കാര്യമല്ല. ഒരു ലോഡ്ജിലേക്ക് ഒരു ആണെടുത്തും താമസിക്കുന്നിടത്തേക്ക് നീ എന്ത് ധൈര്യത്തിൽ എങ്ങനെ കയറി വരുന്നേ? അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് പല്ലവിയുടെ വായന്ന് കുറെ ചീത്ത കേട്ടു പാറു. ഒരു പക്ഷെങ്കില് ഇവനും ആ ഇന്ദ്രിയത്തും തമ്മിലുള്ള കളിയായിരുന്നെങ്കിലോ? നീ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടെന്നേക്കെ? ഒരിക്കലും ഇല്ല. എനിക്ക് വിശ്വത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാന്ന് പറയണം. നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്ന പോലെയല്ല ആണുങ്ങൾ. നമ്മള് ചിലപ്പം കരുതിയിരിക്കുന്നതിലും അപ്പുറമായിരിക്കും. ചിലപ്പം നിനക്ക് തോന്നിയതായിരിക്കും വിഷം പാവം എന്നൊക്കെ. അങ്ങനെയാണെങ്കിലോ അങ്ങനെ ഒരിക്കലും അല്ല. പാറുവിനെ അതങ്ങോട്ട് വിശ്വസിക്കാണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പാർവതി പറഞ്ഞു, മേലാല് ഇനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒന്ന് ചോദിക്കണം, അഭിപ്രായം ചോദിച്ചിട്ട് വേണം. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയണം. ഇങ്ങനെ ലോഡ്ജിലെത്തും വെച്ച് ഒരു കൂടിക്കാഴ്ച വേണ്ട. അതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. ചിലപ്പോ നിങ്ങളുടെ മനസ്സിൽ നല്ല ഉദ്ദേശം മാത്രമേ കാണുള്ളൂ. പക്ഷെ കാണുന്നവർ ആ കണ്ണുകൊണ്ട് ചിലപ്പോ കണ്ടെന്ന് വരത്തില്ല. നീ പ്രായം തെളിഞ്ഞൊരു പെണ്ണാ.
നാളെ എന്ത് സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറെ ഉപദേശിക്കുന്നുണ്ട്. പിന്നീട് പാറോട് സോറി ചേച്ചി, ഞാൻ വിഷം വിളിച്ച പെട്ടെന്നൊന്നും ആലോചിച്ചില്ല, ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടേന്ന് പറയണം. അങ്ങനെ പാറു ഇങ്ങോട്ട് പോവാണ്. പല്ലവിക്കോ ആകെ നല്ല ടെൻഷനായിപ്പോയി. ദൈവം ഇങ്ങനെ പോയിട്ടുണ്ട് എന്തായി തീരും. വിശ്വത്തെ വിളിച്ചോടനെ പാറു ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അതൊക്കെ ഓർത്തപ്പം നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് പല്ലവി പിന്നീട് പോകുന്നത്. പിന്നീട് അവിടെ ഋതു സ്വാതിയൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അച്ചു അങ്ങോട്ടേക്ക് വരുവാണ്. അച്ചു അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രീഹരിക്കുള്ള ഫുഡ് എടുത്ത് മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഋതു സ്വാതി ഓരോന്നൊക്കെ കുത്തി കുത്തി പറയണം. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും അച്ചുവിനെ സഹിച്ചില്ല. അച്ചു പറഞ്ഞു, അതെ എന്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം, അതെ നിങ്ങളെ ആളുടെ ചെലവിലൊന്നും അല്ല ഞാൻ കഴിയണേന്നൊക്കെ പറയണം. ഇത് കേട്ട പൂർണ്ണം പറഞ്ഞു, ഇതേ ഋതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണമെന്ന് പറയാം, പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, വേണ്ട വേണ്ട, ആരും കൂടുതലേക്ക് സപ്പോർട്ടും ചെയ്യണ്ട, ആരെന്തൊക്കെയാ ചെയ്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം, എല്ലാരും കൂടെ കൂടിയിട്ടാണ് എന്റെ ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തിച്ച് കളഞ്ഞ്, എനിക്കറിയാം നല്ലവണ്ണം, ഇനി കൂടുതൽ ആരും സപ്പോർട്ടെന്ന് പറയണ്ടെന്ന് പറയാം. പൂർണ്ണിമ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എനിക്ക് ഒരിക്കലും അങ്ങനെ അതിനകത്തൊരു പങ്കില്ല, ഞാൻ അങ്ങനെ ചെയ്യൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അച്ചു എന്നൊക്കെ ചോദിക്കാം. വേണ്ട, എനിക്കിപ്പോ ആരെയും വിശ്വാസമില്ല എന്നൊക്കെ അച്ചു പറഞ്ഞിട്ട് അച്ചു ഫുഡ് എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം പൂർണ്ണിമ എന്ന് ഋതുവിനോടൊക്കെ പറഞ്ഞു, വെറുതെ എന്തിനാ അവളിങ്ങനെ വന്നു കഴിയുമ്പോ അവളെ വെറുതെ ഓരോന്ന് പറഞ്ഞു ചൊടിപ്പിക്കാണ്ട് നിൽക്കുന്നത്, അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഈ കുടുംബത്തിലല്ലേ തന്നെ ഇപ്പൊ മനുഷ്യന് ഒരു സമാധാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഓരോ ദിവസം ചെല്ലുന്തോറും അത് ഏതറ്റം വരുന്ന് പോകുന്നത് പോലും അറിയില്ല എന്ന് പറയണ. ഇത് കേട്ടപ്പോ ഋതു പറഞ്ഞു, ഞാന് ഇതൊക്കെ കാണുമ്പോ ഞാൻ പറയും, ഞാൻ മിണ്ടാതൊന്നും ഇരിക്കത്തില്ല, അതിന്റെ ആവശ്യം എനിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഋതു ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ്. ഈ സമയം നിരഞ്ജന മാഡം ഗുണ്ടാജയനെ തപ്പി കണ്ടുപിടിച്ചു. പിന്നീട് അവനെ വിളിച്ച് ചോദ്യം ചെയ്യുകയാണ്. അവനെ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ പുറത്തറിയുന്നത്. ഇതിന്റെ പിന്നില് ഓട്ടോറിക്ഷ കത്തിച്ചതിന്റെ പിന്നില് പൂർണിമ മാഡമാണ്. പൊന്നിമടത്തിലെ പൂർണിമ പറഞ്ഞിട്ടാണ് ഓട്ടോറിക്ഷ കത്തിച്ചെന്നൊക്കെയുള്ള. സത്യം പറയട, വെറുതെ കള്ളത്തരം പറയില്ലെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവനെ തല്ലിച്ചറിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറയും, സംശയം ഉണ്ടെങ്കിൽ എന്റെ ഫോൺ എടുത്ത് നോക്ക്, അവരുടെ ഫോണിൽ നിന്ന് എനിക്ക് കോള് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയണം. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പം പൂർണിമയുടെ ഫോണിൽ നിന്നാണ് കോള് വന്നിരിക്കുന്നത്. അങ്ങനെ അവസാനം നിരഞ്ജനെ ബാക്കി പോലീസുകാരും കൂടെ പൊന്നിമടത്തിലേക്ക് ചെല്ലുവാണ്. ഈ സമയം ഋതു അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് സ്വാതിയും പല്ലവി അവരൊക്കെയാണെന്ന് ഉണ്ടായിരുന്നേ. അങ്ങനെ അവര് ചെല്ലുവാണ്. അവര് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പല്ലവി വന്നിട്ട്, എന്താ നിരഞ്ജന മാഡം എന്തു പറ്റി? അത് ഞങ്ങൾക്ക് ചിലരൊക്കെ ചോദ്യം ചെയ്യണമെന്ന് പറയാം. ചോദ്യം ചെയ്യാനോ? അതെ, ഈ കുടുംബത്തിലുള്ളവരെ തന്നെ ശ്രീഹരിയുടെ ഓട്ടോറിക്ഷ കത്തിച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാന്ന് പറയാണ്. ആ വിഷയം അന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പല്ലവി വെച്ചു, അല്ല മാഡം ആരെയാണ് എന്ത് കണ്ടെത്തിയോന്നൊക്കെ ചോദിക്കണം. ചില സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചിലരുടെയൊക്കെ പേര് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തിന് പൂർണ്ണിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. എന്താ മാഡം ഓട്ടോറിക്ഷ കത്തിയത് ആരെയാന്ന് തിരിച്ചറിഞ്ഞോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോഴത്തേനും നിരഞ്ജന പറഞ്ഞു, അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, സത്യം പറ, നിങ്ങൾ എന്തിനാ ഗുണ്ടാജയനെ വിളിച്ചെന്ന് ചോദിക്കാൻ. ഞാനോ? ഞാൻ അങ്ങനെ ആരും വിളിച്ചിട്ടില്ല മാഡെന്ന് പറയണ. വെറുതെ കള്ളത്തരം പറയണ്ട, ഇനി നിങ്ങൾ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട, നിങ്ങളാ വിളിച്ചെന്ന് പറയാണ്. മാഡത്തിന് തെറ്റിയതാ, ഞാൻ അങ്ങനെ ഒരിക്കലും വിളിച്ചിട്ടില്ല എന്ന് പറയണം. പിന്നീട് ഫോൺ എടുത്തിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ നമ്പറില്ലെന്ന് ചോദിക്കാം. അതെ, ഇതിന് എന്റെ നമ്പരാന്ന് പറയാം. അന്നെങ്കിൽ ഇതിനകത്തുനിന്ന് ആ കോള് പോയിരിക്കുന്നു പറയാണ്. ഗുണ്ടാജനെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ ഞങ്ങൾക്ക് കിട്ടി, അവനാണ് ഓട്ടോറിക്ഷ കത്തിച്ചത്. അത് കത്തിച്ച ആര് പറഞ്ഞിട്ടാന്ന് വെച്ചാൽ പൊന്നുമടത്തിലെ പൂർണിമ പറഞ്ഞിട്ടാന്ന് പറയണം. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഋതു വരുന്നത്. ഋതു കണ്ടു ഇങ്ങനെ അമ്മേനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഋതു താൻ ആ ചേച്ചെന്നോ ഋതു പറയുന്നില്ല. ഋതു മിണ്ടാതിരിക്കുകയാണ്. സ്വാതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് സ്വാതിക്കും അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയില് സ്വാതി നിൽക്കുകയാണ്. പെട്ടെന്ന് പൂർണ്ണം പറഞ്ഞു, ഇല്ല മാഡം, നിനക്ക് എന്തോ തെറ്റുപറ്റിയതാ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ എന്തിനല്ലേലും ആ ഓട്ടോറിക്ഷ കത്തിക്കണെന്ന് പറയാം. വേണ്ട വേണ്ട, നിങ്ങൾ കൂടുതൽ അഭിനയമൊന്നും വേണ്ട, നിങ്ങൾ വരണമെന്ന് പറയണം. നിങ്ങൾ ആ ഓട്ടോറിക്ഷ കത്തിച്ച ഒരു പാവം ചെക്കന്റെ ജീവിതമാർഗം ഇല്ലാതാക്കി തീർത്തില്ലെന്ന് ചോദിക്കാം. അപ്പോഴേക്കാണ് അച്ചുവൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അച്ചു പറഞ്ഞു, ഓഹോ, അപ്പൊ അമ്മയായിരുന്നില്ല ഇതിന്റെ പിന്നില്, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അമ്മേ, എന്തിനു വേണ്ടിയിട്ടാ ഇതൊക്കെ ചെയ്തെന്ന് ചോദിക്കാം. ഇല്ല മോളെ, ഞാനിത് ചെയ്തിട്ടില്ലെന്നൊക്കെ പൂർണ്ണം പറയുന്നുണ്ട്. പക്ഷെ അത് വിശ്വസിക്കാണ്ട് അച്ഛനൊന്നും കൂട്ടാക്കില്ല. ഈ സമയം പല്ലി പറഞ്ഞു, പൂർണ്ണമ്മയുടെ അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ല നിരഞ്ജന എന്ന് പറയണം. പൂർണ്ണമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം. ഇത് ഏട്ടൻ പറഞ്ഞ് തെളിവുകൾ സഹിതമാണ് പൊടി കൂടിയിരിക്കുന്നത്, കണ്ടില്ലേ, ഇവരുടെ ഫോണിൽ നിന്നാണ് കോള് പോയിരിക്കുന്നത്. ഇത് കേട്ടപ്പോഴത്തേനും പല്ലവിക്കാണ് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. പക്ഷെ തെളിവ് സഹിതം പിടികൂടിയിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലോ. പിന്നീട് പൂർണ്ണിമയോട് പറഞ്ഞു, ബാ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നാന്ന് പറയാണ്. മര്യാദയ്ക്ക് വന്ന പോലീസ് വണ്ടിയിലേക്ക് കയറാൻ പറയാം. അവസാനം പൂർണ്ണിമ കരഞ്ഞുകൊണ്ട് പോവാണ്. ഋതു സാധ്യത കണ്ടു നിൽക്കുന്നുണ്ട്. പക്ഷെ ഋതു ഒരക്ഷരം പോലും മിണ്ടില്ല. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലി വന്നിട്ടുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് പൂർണ്ണിമ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഇതിന് പിന്നില് വേറെ ആരോ ഉണ്ടെന്നാ എനിക്ക് തോന്നണെന്ന് പറയണം. ഋതു പറഞ്ഞു, വേറെ ആര്? ഇതിന് പിന്നിൽ ആരുമില്ല, അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടേ ഒരു പക്ഷെ
ശ്രീഹരിയോടുള്ള ദേഷ്യം കാരണമായിരിക്കും അമ്മ അങ്ങനെ ചെയ്തതെന്ന് പറയാം. കാരണം അത്ര ക്രൂവലാവുകയാണ് ഋതു. പിന്നീട് സ്വാതി ഋതുവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. എന്നിട്ട് ചോദിച്ചു, ചേച്ചി എന്ത് പരിപാടിയെ കാണിച്ചേ? അമ്മേനെ പോലീസ് കൊണ്ടുപോയത് കണ്ടില്ലേ? ചേച്ചിയല്ലേ ഓട്ടോറിക്ഷ കത്തിക്കാനായിട്ട് അയാളെ വിളിച്ചേ? ചേച്ചി അവിടെ ഫോണിനടുത്ത് വിളിച്ചിട്ട് അമ്മയുടെ ഫോൺ എടുത്തിട്ട് വിളിച്ചിട്ടല്ലേന്ന് ചോദിക്കുകയാണ്. ദേ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, ഞാൻ പറയാൻ പോവാ. ആഹാ, നീ പറയുന്നത് എനിക്കൊന്ന് കാണണം. നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ ഞാൻ അവരോട് പറയും നിനക്കും ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടെന്ന്. പിന്നെ നീയും ജയിലിലോ, നമ്മൾ രണ്ടുപേരും ജയിലിലോ, എങ്ങനെയുണ്ട്? അത് മതിയോന്ന് ചോദിക്കുക. അത് കേട്ടപ്പോ സ്വാതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്വാതിക്ക് വല്ലാത്ത വെപ്രാളവും ബുദ്ധിമുട്ടുമായി. ഇനിയിപ്പൊ തന്റെ പേരും കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ താനും അകത്താവൂലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. പക്ഷേങ്കില് പല്ലവി ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. പല്ലവി സേതുവിന്റെ അടുത്ത് നിന്നിട്ട്, സേതുവേട്ടാ ഇതിനകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ട്. ഒരിക്കലും പൂർണ്ണിമ ഇങ്ങനെ ചെയ്യത്തില്ല. ഇതിന്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട്. പൂർണ്ണിമയുടെ ഫോൺ എടുത്തിട്ട് ആരെങ്കിലും ഉപയോഗിച്ചതായി കൂടെ നില്ലോ എന്ന് പറയാണ്. അത് ശരിയാ, പക്ഷെ അത് എങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം പൂർണ്ണിമേനെ കൊണ്ടുപോയി ലോക്കപ്പിലേക്ക് ഇടുവാണ്. പൂർണ്ണിമ അവിടെ കിടന്ന് പൊട്ടിക്കരയാ. താൻ ചെയ്തിട്ടെന്നും പറഞ്ഞിട്ട്. പൂർണ്ണിമയ്ക്ക് ഒന്നാമത്തെ കാര്യം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, മരുന്ന് മുടക്കാനും പാടുള്ളതല്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം മകള് കാരണം ഇങ്ങനെ ഒരു ദുരിതത്തിലേക്ക് പൂർണ്ണിമ ചെന്ന് ചാടിയിരിക്കുവാണ്. അവസാനം പല്ലവി കണ്ടെത്തുക തന്നെ ചെയ്യും. ഇതിന്റെ പിന്നിൽ ഋതു ആ കളിച്ചെന്നുള്ള കാര്യം. പൂർണ്ണിമേനെ ഇറക്കാനായിട്ട് ഏതറ്റം വരെ പല്ലവി പോകും. പല്ലവിക്ക് അറിയാം പൂർണ്ണിമ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം. അങ്ങനെ അവസാനം ഋതു ആന്നുള്ള കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഋതുവിനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ അടിച്ചു പുറത്താക്കും പൂർണ്ണിമ. ഉറപ്പായിട്ടും പൊന്നിമടത്തിൽ നിന്ന് തന്നെ ഋതു പുറത്താവും. അധികം വൈകാതെ ഈ സത്യങ്ങളൊക്കെ പൂർണ്ണിമ അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഋതുവാണ് ഈ ഓട്ടോറിക്ഷ കത്തിച്ച് തന്നെ ലോക്കപ്പിലാക്കിയത് അവളാന്ന് അറിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.